പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഞാൻ ഈ വീഡിയോ ഇടുന്നത് കുറച്ച് ദിവസങ്ങളായിട്ട് പലതവണ ക്ലാസ്സിലേക്കൊന്ന് എത്തണമെന്നൊക്കെ തോന്നിയിട്ട് ആഗ്രഹിച്ചിട്ട് നടന്നില്ല. പല പല പ്രശ്നങ്ങളിലൊക്കെ പെട്ടുപോയി. അപ്പോൾ അതിനിടയിലൂടെ നമ്മുടെ എക്സാമും കഴിഞ്ഞു, മോഡൽ എക്സാം കഴിഞ്ഞു. അപ്പോൾ മോഡൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് ഡിസ്കസ് ചെയ്യുക, പിന്നെ നമ്മുടെ പാഠപുസ്തകത്തിലൂടെ നമുക്കൊന്ന് കടന്നു പോകാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാനായിട്ട് ശ്രമിക്കണം. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, ചിത്രത്തിൽ സൂചിപ്പിച്ചിരിക്കുന്ന കോശാംഗം ഏതാണ്? ചിത്രത്തിൽ സൂചിപ്പിച്ചിരിക്കുന്ന കോശാംഗം ഏതാണ്? നമുക്കറിയാം, ഡി ആണ് ആൻസർ, ഗോൾജി ബോഡി. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, പരിണാമശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ശാസ്ത്രജ്ഞൻ ആരാണ്? ആൻസർ സി, ഡാർവിനാണ് പരിണാമശാസ്ത്രത്തിന്റെ പിതാവ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ മാത്രം തിരഞ്ഞെടുത്ത് എഴുതുക എന്നുള്ളതാണ്. അപ്പോൾ ആ ക്വസ്റ്റ്യൻ നമുക്കൊന്ന് നോക്കാം. എ, DNA തന്മാത്രയിൽ 4 തരം നൈട്രജൻ ബേസുകളാണ് ഉള്ളത്. ഈ പ്രസ്താവന ശരിയാണോ? ശരിയാണ്. DNA തന്മാത്രയിൽ 4 തരം നൈട്രജൻ ബേസുകളാണുള്ളത്. ഏതൊക്കെയാണ്? അഡിനിൻ, ഗ്വാനിൻ, തൈമിൻ, സൈറ്റോസിൻ. ഇങ്ങനെ 4 തരം നൈട്രജൻ ബേസുകളാണ് DNA തന്മാത്രയിൽ ഉള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ ബി, അടുത്ത പ്രസ്താവന, DNA തന്മാത്രയിൽ തൈമിൻ എന്ന നൈട്രജൻ ബേസ് ഗ്വാനിനുമായി മാത്രമേ ജോഡി ചേരുകയുള്ളൂ. ഈ പ്രസ്താവന ശരിയാണോ? DNA തന്മാത്രയിൽ തൈമിൻ എന്ന നൈട്രജൻ ബേസ് എന്തുമായിട്ടാണ്? അഡിനിൻ എന്ന നൈട്രജൻ ബേസുമായിട്ട് മാത്രമാണ് ജോഡി ചേരുക. അതായത് ഈ തന്നിരിക്കുന്ന പ്രസ്താവന തെറ്റാണ്. ബി തെറ്റാണ്. ഈ കാണുന്ന പ്രസ്താവന തെറ്റാണ്. സിയിലേക്ക് നോക്കാം. DNA തന്മാത്രയിൽ റൈബോസ് പഞ്ചസാര കാണപ്പെടുന്നു. ഈ പ്രസ്താവന ഇങ്ങനെ വായിക്കുമ്പോൾ ഒന്ന് ഓർത്ത് നോക്കിക്കേ. DNA ഫുൾ ഫോം എന്താണ്? ഡിയോക്സി ന്യൂക്ലിക് ആസിഡ് എന്നുള്ളതാണ് DNA ഫുൾ ഫോം. അതായത് ഇവിടെ കാണപ്പെടുന്ന പഞ്ചസാര ഏതാണ്? റൈബോസ് ആണോ? ഡിയോക്സി റൈബോസ് ആണോ? ഡിയോക്സി റൈബോസ് ആണ്. അപ്പോൾ ഈ പ്രസ്താവനയും തെറ്റാണ്. അടുത്തത് ഡി, DNA തന്മാത്രയ്ക്ക് ചുറ്റുഗോവണിയുടെ ആകൃതിയാണ്. ശരിയാണ്. DNA തന്മാത്രയ്ക്ക് ചുറ്റുഗോവണിയുടെ ആകൃതിയാണ്. അതായത് പ്രസ്താവന എ ശരിയാണ്, പ്രസ്താവന ഡി ശരിയാണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 4, സൂക്ഷ്മജീവികൾ മനുഷ്യന് വളരെ ഉപകാരികളാണ്. ഈ പ്രസ്താവനയെ വിശദീകരിക്കാൻ സഹായകമായ ഏതെങ്കിലും 2 ഉദാഹരണങ്ങൾ എഴുതുക. ഈ പ്രസ്താവനയെ വിശദീകരിക്കാനായിട്ട് നമുക്കറിയാവുന്ന ഉദാഹരണങ്ങളിലേക്ക് നമുക്കൊന്ന് പോയി നോക്കാം. നോക്കിക്കേ. പേജ് നമ്പർ 54 വ്യവസായത്തിൽ ആന്റിബയോട്ടിക്, വാക്സിൻ, വിറ്റാമിൻ, അമിനോ ആസിഡുകൾ, ഓർഗാനിക് ആസിഡുകൾ, ഇത് ഒരു ഉപയോഗമാണ്. പിന്നെ കൃഷിയിൽ മണ്ണിന്റെ ഫലഭൂയിഷ്ഠത നിലനിർത്താൻ ജൈവ കീടനാശിനിയായും ജൈവവള നിർമ്മാണത്തിനും. ഇപ്പം വീഡിയോ ആയതുകൊണ്ട് ഞാൻ ഷോർട്ടാക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാം പറയാത്തത്. ബയോജിയോ കെമിക്കൽ സൈക്കിൾ ശരീരത്തിൽ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നു. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ. ഇതാണ് ഈ 4ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചിത്രീകരണം നിരീക്ഷിച്ച് ചുവടെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. ഈ ക്വസ്റ്റ്യൻ എക്സ്, ഇവിടെ എക്സിന് പകരം എന്താണ് ഇവിടെ ആൻസർ വരേണ്ടത് എന്നാണ് നമ്മൾ എഴുതേണ്ടത്. എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബീജം, ബീജകോശമാണ് ഇവിടെ വരേണ്ടത്. ബീജകോശവും അണ്ഡവും ഒന്നിച്ചു ചേരുമ്പോൾ എന്തുണ്ടാവുന്നു? സിക്താണ്ഡം ഉണ്ടാകുന്നു. ചിത്രീകരണം ഏത് പ്രക്രിയയെ സൂചിപ്പിക്കുന്നു? എന്തിനെ സൂചിപ്പിക്കുന്നതാണ്? ലൈംഗിക പ്രത്യുൽപാദനത്തെ സൂചിപ്പിക്കുന്ന ലൈംഗിക പ്രത്യുൽപാദനത്തെയാണ് സൂചിപ്പിക്കുന്നത്. ലൈംഗിക പ്രത്യുൽപാദനത്തെ സൂചിപ്പിക്കുന്നു. ചിത്രീകരണത്തിന് എക്സ് എന്തിനെ സൂചിപ്പിക്കുന്നു? നമ്മൾ പറഞ്ഞതേ ഉള്ളൂ, ബീജകോശം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. 6, ബോക്സിൽ നൽകിയിരിക്കുന്ന കോശഭാഗങ്ങളും
അവയുടെ ധർമ്മങ്ങളും നൽകിയിരിക്കുന്ന മാതൃക പോലെ ജോഡി ചേർക്കുക. ഒരു മാതൃക നമുക്ക് തന്നിട്ടുണ്ട്. ഗോൾജി ബോഡി സ്രവങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നു. ഇവിടെ നോക്കിക്കേ, മറ്റു കോശാംഗങ്ങളെ ലൈസോസോം പ്രോട്ടീൻ നിർമ്മിക്കുന്നു. കോശത്തിന്റെ നിയന്ത്രണ കേന്ദ്രം ഗോൾജി ബോഡി സ്രവങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നു. ന്യൂക്ലിയസ് ജൈവകണികകളെ ദഹിപ്പിച്ച് നശിപ്പിക്കുന്നു. ഇവിടെ നോക്കിക്കേ, ഒന്ന് തന്നിട്ടുണ്ടായിരുന്നു, അപ്പോൾ ഇത് രണ്ടും നമുക്ക് ഒഴിവാക്കാം. ഗോൾജി ബോഡി സ്രവങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നു. അടുത്ത ഒന്ന് നോക്കിക്കേ, ഏതെങ്കിലും ഒരറ്റത്തുനിന്ന് നോക്കിയാൽ മതി. ന്യൂക്ലിയസിന്റെ ഉത്തരം എന്താണ്? കോശത്തിന്റെ നിയന്ത്രണ കേന്ദ്രം. അപ്പോൾ ഇവിടെ പൂരിപ്പിക്കേണ്ടത് ഇതാണ്, ന്യൂക്ലിയസ് കോശത്തിന്റെ നിയന്ത്രണ കേന്ദ്രം. അടുത്തത് എന്താണ്? ലൈസോസോമിന് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? ജൈവകണികകളെ ദഹിപ്പിച്ച് നശിപ്പിക്കുന്നു. ജൈവകണികകളെ ദഹിപ്പിച്ച് നശിപ്പിക്കുന്ന കോശാംഗമാണ് ലൈസോസോം. പിന്നെ മറ്റൊന്നുകൂടി ഉണ്ടല്ലോ, റൈബോസോമുകളുടെ ഉദ്ദേശം എന്താണ്? പ്രോട്ടീൻ നിർമ്മിക്കുന്ന കോശാംഗം ഏതാണ്? റൈബോസോമുകളാണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. 7ാമത്തെ ക്വസ്റ്റ്യൻ, ബോക്സിൽ നൽകിയിരിക്കുന്ന ആശയങ്ങൾ ഉൾപ്പെടുത്തി പട്ടിക പൂർത്തിയാക്കുക. അപ്പോൾ ഈ കാണിച്ചിരിക്കുന്ന ഒരു രോഗവുമായിട്ട് ബന്ധപ്പെട്ട രോഗലക്ഷണങ്ങളാണ്. അനിയന്ത്രിതമായ ശരീരചലനങ്ങൾ ഉണ്ടാകുന്നു, യാഥാർത്ഥ്യമില്ലാത്ത കാഴ്ചകൾ, ശബ്ദങ്ങൾ എന്നിവ അനുഭവിക്കുന്നു, മറവി ഉണ്ടാവുകയും ചിന്താശേഷി നഷ്ടമാവുകയും ചെയ്യുന്നു. ഇപ്പം ഇത്തരം കുറച്ച് കാര്യങ്ങൾ തന്നിട്ട് നമുക്ക് അതിനെ ചിട്ടപ്പെടുത്താൻ വേണ്ടി ഒരു ബോക്സും കൂടെ തന്നിട്ടുണ്ട്. ഞാനിവിടെ എഴുതിയത് ഒന്ന് മാറിപ്പോയായിരുന്നു, അതുകൊണ്ടാണ് ആരോ ഇട്ടിരിക്കുന്നത്. ഷീസോഫ്രീനിയയുടെ ലക്ഷണങ്ങളാണ് എന്തൊക്കെ? യഥാർത്ഥമല്ലാത്ത കാഴ്ചകൾ ഞാൻ ക്ലാസ്സിൽ പറഞ്ഞതാണ്. നമ്മൾ ഈ രോഗാവസ്ഥ എന്ന് പറയുന്നത് നമ്മൾ മലയാളത്തിലൊക്കെ പറയാറുള്ള ചിത്തഭ്രമം എന്ന രോഗാവസ്ഥയാണ്. യാഥാർത്ഥ്യമല്ലാത്ത കാഴ്ചകൾ, ശബ്ദങ്ങൾ എന്നിവ അനുഭവിക്കുന്നു. എന്തുകൊണ്ടാണ്? അപ്പോൾ അതിൻ്റെ കാരണം ഇത് ലക്ഷണമാണ്. യഥാർത്ഥമല്ലാത്ത കാഴ്ചകൾ, ശബ്ദങ്ങൾ എന്നിവ അനുഭവിക്കുന്നു. ഈ രോഗത്തിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ തലച്ചോറിലെ ചില സ്രവങ്ങളുടെ അസാധാരണമായ ഉൽപാദനം. അപ്പോൾ ഇത് ഞാൻ എഴുതിയതിലൊരു വ്യത്യാസമുണ്ട്. കാരണത്തിന്റെ ഭാഗത്തായിട്ടാണ് ഷീസോഫീനിയയുടെ കാരണമാണ് തലച്ചോറിലെ ചില സ്രവങ്ങളുടെ അസാധാരണമായ ഉൽപാദനം. അപ്പോൾ അൾഷിമേഴ്സ് ഉണ്ടാകുന്നതിന്റെ കാരണം എന്താണ്? കാരണം ഇവിടെ എഴുതണം. മസ്തിഷ്കത്തിലെ കോശങ്ങൾ നശിക്കുന്നു, അതാണ് കാരണം. പിന്നെ അതിൻ്റെ പ്രശ്നം എന്താണ്? അതിൻ്റെ ലക്ഷണം എന്താണ്? അനിയന്ത്രിതമായ ശരീരചലനങ്ങൾ ഉണ്ടാകുന്നു, മറവി ഉണ്ടാവുകയും ചിന്താശേഷി നഷ്ടമാവുകയും ചെയ്യുന്നു. അപ്പോൾ ഇത്രയും ക്ലിയർ ആയല്ലോ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. രാസവസ്തുക്കളുടെ സഹായം കൂടാതെ ഭക്ഷ്യവസ്തുക്കൾ കേടാകാതെ സൂക്ഷിക്കാൻ കഴിയുന്ന ഏതെങ്കിലും 2 ഭക്ഷ്യ സംസ്കരണ മാർഗങ്ങൾ എഴുതുക. പേജ് നമ്പർ 78 ഞാൻ ഓരോരുത്തർക്കും പേജ് നമ്പറൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു, പറഞ്ഞു വന്നപ്പം വിട്ടുപോയതാണ്. പേജ് നമ്പർ 78 അതിൻ്റെ ആൻസർ ഉണ്ട്. പേജ് നമ്പർ 78 കണ്ടോ? കെമിക്കൽസ് ഉപയോഗിക്കാതെ ശീതീകരിച്ച് സൂക്ഷിക്കുന്നത്, അതായത് നമ്മൾ ഫ്രീസറിലൊക്കെ വെക്കുന്നത് പോലെ തണുപ്പിച്ച് സൂക്ഷിക്കുക. പിന്നെ അടുത്ത ആൻസർ എന്താണ്? രണ്ടാമത്തെ ഒരു മാർഗമാണ് ഭക്ഷ്യവസ്തുക്കളിൽ നിന്നും ജലം പാടെ നീക്കി ഉണക്കി സൂക്ഷിക്കുക. നമ്മൾ സാധാരണ മാങ്ങയും ഒക്കെ ഉണക്കി സൂക്ഷിക്കുന്നത് പോലെയുള്ള ഉണക്കിയുള്ള സൂക്ഷിപ്പീര്, അതാണ് ഉദ്ദേശിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. നമുക്ക് വളരെ പരിചിതമായൊരു സംഗതിയാണ്. പേജ് നമ്പർ 69 ആൻസർ ഉണ്ട്. ചിത്രീകരണം നിരീക്ഷിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. ഒരു ചെറിയൊരു ചിത്രം കണ്ടു. ചിത്രീകരണം എന്തിൻ്റേതാണ്? ചിത്രീകരണത്തിൽ എക്സ് എന്തിനെ സൂചിപ്പിക്കുന്നു? ക്വസ്റ്റ്യനും ആൻസറും ഒക്കെ ഉണ്ട്. എക്സ് എന്ന് സൂചിപ്പിച്ചിരിക്കുന്നത് പഞ്ചസാര തന്മാത്രയാണ് അല്ലേ? അപ്പോൾ എന്താണത്? പഞ്ചസാര തന്മാത്രയാണ്. ഇവിടെ എഴുതേണ്ട ആൻസർ പഞ്ചസാര തന്മാത്ര. എക്സ് എന്ന് സൂചിപ്പിച്ചിരിക്കുന്നത് പഞ്ചസാര തന്മാത്ര. ഇത് ഫോസ്ഫേറ്റ് തന്മാത്രയാണ്. ഇത് നൈട്രജൻ ബേസുമാണ്. ഈ കാണുന്ന യെല്ലോ കളറിൽ സൂചിപ്പിച്ചിരിക്കുന്നത് നൈട്രജൻ ബേസ് ആണ്.
അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരാം. ജീവിതശൈലി രോഗങ്ങളും ഭക്ഷണവും എന്ന സെമിനാറിൽ ഉൾപ്പെടുത്താവുന്ന ഏതെങ്കിലും 2 ആശയങ്ങൾ എഴുതുക. ഇതിൻ്റെ ആൻസർ പേജ് നമ്പർ 77-ലാണുള്ളത്. അപ്പം ഇവിടെ നല്ല ഭക്ഷണശീലങ്ങളെക്കുറിച്ച് ഒരു പോർഷനുണ്ട്. ഇതിൽ നിന്നുള്ള പോയിന്റുകൾ എഴുതാം. അല്ലെങ്കിൽ ഈ ചാപ്റ്ററിലെ മുഴുവനുമുള്ള പോയിന്റുകളിൽ ഏതെങ്കിലും 2-3 എഴുതിയാലും മതി. അതായത് ജീവിതശൈലീ രോഗങ്ങളെക്കുറിച്ച്, ജീവിതശൈലീ രോഗങ്ങൾ തടയാനാവശ്യമായ ചില രീതികളാണിതൊക്കെ. ചിട്ടയായ ഭക്ഷണശീലം, അമിതവണ്ണം നിയന്ത്രിക്കുക, പഴങ്ങളും പച്ചക്കറികളും ധാരാളം കഴിക്കുക. അപ്പോൾ ഇത്തരം കാര്യങ്ങളിലൂടെ മൈദയുടെ ഉപയോഗം കുറയ്ക്കുക. അപ്പം ഇത്തരം കാര്യങ്ങൾ ശീലിക്കുന്നതിലൂടെ ഇതിലേതെങ്കിലും പോയിന്റ്സ് എഴുതാം. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ശീലിക്കുന്നതിലൂടെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? ജീവിതശൈലി രോഗങ്ങളിൽ നിന്ന് നമുക്ക് അകന്നു നിൽക്കാനായിട്ട് സാധിക്കും. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. 9ാമത്തെ ക്വസ്റ്റ്യൻ, വ്യത്യസ്ത ജീവികളുടെ കോശത്തിന്റെ ഘടനയും പ്രവർത്തനങ്ങളും താരതമ്യം ചെയ്യുമ്പോൾ ഇന്ന് കാണുന്ന ജീവികൾക്ക് പരിണാമപരമായി പൊതു മുൻഗാമിയുണ്ട് എന്നതിന് ശക്തമായ തെളിവുകൾ ലഭിക്കുന്ന ഈ പ്രസ്താവന ശരിവയ്ക്കുന്ന ഏതെങ്കിലും 3 ആശയങ്ങൾ എഴുതുക. 10ാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസറിലേക്ക് പോവാം. ഒന്നാമത്തെ ഉത്തരം, ഫോസിലുകൾ വ്യത്യസ്ത ജീവികളുടെ ഘടനയും പ്രവർത്തനങ്ങളും താരതമ്യം ചെയ്യുമ്പോൾ അവയ്ക്ക് പരിണാമപരമായി ഒരു മുൻഗാമി ഉണ്ട് എന്നുള്ളതിന്റെ ഒരു തെളിവാണ്. കാരണം ഫോസിലുകളിലൂടെയുള്ള പഠനങ്ങളിൽ പോകുമ്പോൾ നമുക്കറിയാം പല ജീവികൾക്കും ഘടനാപരമായ സാമ്യങ്ങൾ ഉണ്ട് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാവും. മറ്റൊരു കാര്യമാണ് ഘടന താരതമ്യം ചെയ്യുമ്പോൾ, അതായത് അനുരൂപ അവയവങ്ങൾ, മനുഷ്യൻ, പൂച്ച, തിമിംഗലം, വവ്വാൽ ഇവയുടെ മുൻകാലുകൾ മനുഷ്യന്റെ കയ്യ്. അപ്പോൾ ഇവയുടെ ഘടനകൾ താരതമ്യം ചെയ്യുമ്പോൾ ഇവ പരസ്പരം വളരെയധികം അവയുടെ ജോലികളിൽ അത് വളരെയധികം വ്യത്യാസപ്പെട്ടിരിക്കുന്നുവെങ്കിലും അവയുടെ ഘടനയിൽ വളരെ സാമ്യമുണ്ട്. അപ്പോൾ അത്തരം അവയവങ്ങളെ അനുരൂപ അവയവങ്ങൾ എന്ന് വിളിക്കുന്നു. അപ്പോൾ അത് പരിണാമത്തിന് ഒരു തെളിവാണ്. മറ്റൊന്ന്, കോശങ്ങളുടെ പ്രവർത്തന രീതിയും രസതന്ത്രവും. എല്ലാ ജീവികളും കോശങ്ങൾ ഉപയോഗിച്ചാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. മനുഷ്യൻ ഉൾപ്പെടെയുള്ള ജീവിവർഗങ്ങളെ പുറമേ നിന്ന് നോക്കുമ്പോൾ പല വർഗങ്ങളും തമ്മിൽ പ്രകടമായ വ്യത്യാസങ്ങളുണ്ടെങ്കിലും അവയുടെ കോശങ്ങളുടെ പ്രവർത്തന രീതിയും കോശങ്ങൾക്ക് ഉള്ളിലെ ഉപാപചയ പ്രവർത്തനങ്ങളുമൊക്കെ തമ്മിൽ വലിയ വ്യത്യാസങ്ങൾ ഇല്ല എന്നുള്ളത് കൊണ്ട് തന്നെ കോശങ്ങളുടെ ഘടനയും ഉപാപചയ പ്രവർത്തനങ്ങളും ഒന്നും തമ്മിൽ വലിയ വ്യത്യാസങ്ങളില്ല. അത് പരിണാമത്തിന് ശക്തമായ തെളിവാണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഉത്തരം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ബോക്സിൽ തന്നിരിക്കുന്ന വിവരങ്ങളെ ചുവടെ നൽകിയിരിക്കുന്ന പട്ടികയിലെ തലക്കെട്ടുകളെ അടിസ്ഥാനമാക്കി തരംതിരിക്കുക. നോക്കിക്കേ, സാധാരണ ശരീരകോശങ്ങളിൽ നടക്കുന്നു. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് നിങ്ങൾ വായിച്ചു പോയതാണ്. എന്തിനനുസരിച്ചാണ് നമ്മൾ തരംതിരിക്കേണ്ടത്? ക്രമഭംഗം, ഊനഭംഗം. ഈ വാക്കുകൾ എന്തുമായിട്ട് ബന്ധപ്പെട്ടതാ? കോശവിഭജനവുമായിട്ട് ബന്ധപ്പെട്ടതാണ് ക്രമഭംഗം, ഊനഭംഗം അല്ലേ? ക്രമഭംഗം നമ്മൾ പഠിച്ചിട്ടുണ്ട്. സാധാരണ ശരീരകോശങ്ങളിൽ നടക്കുന്നു. അപ്പോൾ ഇവിടെ എഴുതേണ്ടത് എന്താണ്? സാധാരണ ശരീരകോശങ്ങളിൽ നടക്കുന്നു. ഇവിടെ എഴുതേണ്ടത് എന്താണ്? ഊനഭംഗം ബീജകോശങ്ങളിൽ നടക്കുന്നു. ബീജകോശം എന്ന് പറയുമ്പോൾ പുരുഷനിലെ ബീജവും സ്ത്രീകളിലെ അണ്ഡവും ഉൾപ്പെടെ ലൈംഗിക പ്രത്യുൽപാദനം നടത്തുന്ന എല്ലാ ജീവികളിലെയും ബീജകോശങ്ങളാണ് ഉൾപ്പെടുക കേട്ടോ. രണ്ടാമത്തത് 4 പുത്രികാകോശങ്ങൾ ഉണ്ടാവുന്നു. ഏതിലാണ്? ഊനഭംഗത്തിലാണ് 4 പുത്രികാകോശങ്ങൾ ഉണ്ടാവുന്നത്. അപ്പോൾ ഊനഭംഗത്തിന്റെ താഴെയാണ് ആ സ്റ്റേറ്റ്മെന്റ് എഴുതേണ്ടത്. 2 പുത്രികാകോശങ്ങൾ ഉണ്ടാവുന്നു. എവിടെ? ക്രമഭംഗം നടക്കുമ്പോൾ 2 പുത്രികാകോശങ്ങൾ ഉണ്ടാകുന്നു.
പുത്രികാകോശങ്ങളുടെ ക്രോമസോം സംഖ്യ പകുതിയായി കുറയുന്നു. എവിടെയാണ്? ഊനഭംഗം എന്ന് പറയുന്ന ആ കോശവിഭജന രീതിയിലാണ് പുത്രികാകോശങ്ങളുടെ ക്രോമസോം സംഖ്യ പകുതിയായിട്ട് കുറയുന്നത്. വളർച്ച സാധ്യമാവുന്നു. വളർച്ച സാധ്യമാവുന്നത് എന്തുമായിട്ട് ബന്ധപ്പെട്ടാണ്? ഒരു ജീവി വളരുന്നത് ക്രമഭംഗം നടക്കുന്നത് കൊണ്ടാണ്. ലൈംഗിക പ്രത്യുൽപാദനവുമായിട്ട് ബന്ധപ്പെട്ട് ക്രോമസോം സംഖ്യയിൽ വ്യത്യാസം വരാതെ പുതിയ തലമുറയെ ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നടക്കുന്ന കോശവിഭജന രീതിയാണ് ഊനഭംഗം. അപ്പോൾ അത് രണ്ടും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. കോളം എയ്ക്കനുസരിച്ച് കോളം ബി ക്രമപ്പെടുത്തുക. നോക്കിക്കേ, കോശഘടകങ്ങളും അതിൻ്റെ പ്രവർത്തനങ്ങളുമാണ്. അപ്പോൾ ഇവിടെ കോശാംഗങ്ങൾ എന്നുള്ള വാക്കൊന്നും അല്ല ഉപയോഗിച്ചിരിക്കുന്നത്. കോശഘടകങ്ങൾ, പ്രവർത്തനവും. എവിടുത്തെ കോശഘടകങ്ങളായിരിക്കും ഇത്? പ്ലാസ്മിഡ്, റൈബോസോമുകൾ, കോശഭിത്തി. എന്തുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കും? ബാക്ടീരിയൽ കോശവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. പേജ് നമ്പർ 53 ആണ്. നമുക്കൊന്ന് നോക്കാം. ഈ കാണുന്ന കോശവുമായിട്ട് ബന്ധപ്പെട്ടതാണ് ബാക്ടീരിയൽ കോശം. ഇതിൻ്റെ തൊട്ട് മുകളിലുള്ള ഈ ടേബിളിൽ ആൻസറുകളെല്ലാം കിടപ്പുണ്ട്. ഏതൊക്കെയായിരുന്നു ആൻസേഴ്സ്? പ്ലാസ്മിഡ്, ക്രോമസോം ഇതര ജനിതക ഘടകം. അതിവിടെ ഉണ്ടോ നോക്കിക്കേ. ക്രോമസോം ഇതര ജനിതക ഘടകം, റൈബോസോമുകൾ. ഏത് കോശത്തിലാണെങ്കിലും, യൂക്യാരിയോട്ടിലാണെങ്കിലും പ്രോക്യാരിയോട്ടിലാണെങ്കിലും റൈബോസോമുകളുടെ ജോലി എന്താണ്? കോശത്തിൽ പ്രോട്ടീൻ ഉൽപ്പാദിപ്പിക്കുന്നു. അടുത്തതിലേക്കൊന്ന് നോക്കിക്കേ. കോശഭിത്തി. കോശഭിത്തിയുടെ പ്രയോജനം എന്താണ്? കോശത്തിന് ബലവും പരിരക്ഷയും നൽകുന്നു. ഈ ബാക്ടീരിയയെ ചലിക്കാൻ സഹായിക്കുന്നു. അതിൻ്റെ ആൻസർ ഇവിടെ ഇല്ല. നമുക്ക് നോക്കാം. ബാക്ടീരിയയെ ചലിക്കാൻ സഹായിക്കുന്ന സംഗതി ഏതാണ്? ഫ്ലജല്ലയാണ്. ഈ കാണുന്ന വലിയ ചാട്ടവാറ് പോലെ കിടക്കുന്ന ഈ സംഗതിയാണ് ചലിക്കാൻ സഹായിക്കുന്നത്. ഈ കാണുന്ന ചെറിയ ചെറിയ രോമങ്ങൾക്ക് പറയുന്ന പേര് പിലി എന്നാണ് കേട്ടോ. അതിന് ചലനവുമായിട്ട് ബന്ധമില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. നോക്കിക്കേ, 12ാമത്തെ ക്വസ്റ്റ്യൻ. തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ അടിവരയിട്ട ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ തിരുത്തി എഴുതുക. തെറ്റുണ്ടെങ്കിൽ മാത്രം തിരുത്തി എഴുതുക. ഗർഭാശയത്തിന്റെ ആന്തരിക ആവരണമാണ് എൻഡോമെട്രിയം. ഈ പ്രസ്താവന ശരിയാണ്. ശരിയായ പ്രസ്താവനയാണ്. പുംബീജം അണ്ഡവുമായി സംയോജിക്കുന്നത് ഗർഭാശയത്തിൽ വെച്ചാണ്. ഇത് ശരിയായ പ്രസ്താവനയാണ്. ഗർഭാശയത്തിൽ വെച്ച് ആണെന്ന് പൂർണ്ണമായും പറയാൻ പറ്റില്ല. ഫലോപ്പിയൻ നാളികളിൽ വെച്ചാണ്. നമ്മളങ്ങനെ വ്യക്തമായിട്ട് പഠിച്ചിട്ടുള്ളത് കൊണ്ട് ഈ പ്രസ്താവന തെറ്റാണ് എന്ന് പറയാം. പുംബീജം അണ്ഡവുമായി സംയോജിക്കുന്നത് ഫലോപ്പിയൻ നാളികളിൽ വെച്ചാണ്. പിന്നെ സി, പുംബീജങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നത് വൃഷ്ണങ്ങളാണ്. ശരിയായ പ്രസ്താവനയാണ്. പുംബീജം ഉൽപ്പാദിപ്പിക്കുന്നത് ശരിയായ വൃഷ്ണങ്ങളാണ്. പിന്നെ അടുത്തത് ഡി, വൃഷ്ണങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന പുരുഷ ഹോർമോണാണ് പ്രൊജസ്റ്ററോൺ. ശരിയാണ്. ഒരു തെറ്റ് പറ്റിയിട്ടുണ്ട്. വൃഷ്ണങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന പുരുഷ ഹോർമോണിന്റെ പേരെന്താണ്? ടെസ്റ്റോസ്റ്റിറോൺ എന്നാണ്. പ്രൊജസ്ട്രോൺ എവിടെയുള്ള ഹോർമോണാണ്? പ്രൊജസ്ട്രോൺ സ്ത്രീകളിലുള്ള ഹോർമോണാണ്. ഈസ്ട്രജനും പ്രൊജസ്ട്രോണും അത് രണ്ടും സ്ത്രീ ഹോർമോണുകളാണ്. ഇവിടെ വരേണ്ടത് എന്തായിരുന്നു? ടെസ്റ്റോസ്റ്റിറോൺ ആണ്. ഈ പുംബീജങ്ങൾ പൂർണ്ണവികാസം പ്രാപിക്കുന്നത് എപ്പിഡിഡമസിൽ വെച്ചാണ്. ശരിയായ പ്രസ്താവനയാണ്. പുംബീജങ്ങൾ പൂർണ്ണവികാസം പ്രാപിക്കുന്നത് എപ്പിഡിഡമസിൽ വെച്ചാണ്. അടുത്തത്, ബീജകോശങ്ങളിൽ ചലനശേഷിയുള്ളത് അണ്ഡങ്ങൾക്കാണ്. തെറ്റായ പ്രസ്താവനയല്ലേ? ബീജകോശങ്ങളിൽ ചലനശേഷിയുള്ളത് പുംബീജങ്ങൾക്കാണ്. അടുത്തത് നമ്മൾ പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോഴേ പറഞ്ഞൊരു ക്വസ്റ്റ്യനൊക്കെയാണ്. ഇത് നോക്കിക്കേ. ചിത്രം പകർത്തി വരച്ച് ചുവടെ സൂചിപ്പിക്കുന്ന ഭാഗങ്ങൾ അടയാളപ്പെടുത്തുക. മൂത്രവാഹി. ഏതാണ് ഇവിടെ മൂത്രവാഹി? ഈ കാണുന്ന ട്യൂബ് പോലെയുള്ള ഭാഗമാണ് മൂത്രവാഹി. ഇതാണ് ഈ കാണുന്ന ഈ ഭാഗമാണ് മൂത്രനാളം. പിന്നെ മൂത്രസഞ്ചി. ഈ കാണുന്നതാണ് മൂത്രസഞ്ചി. ഇതെന്താണ്? 2 വൃക്കകളാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ഡിസ്കഷൻ ഇത്രയേ ഉള്ളൂ. മറ്റൊരു വീഡിയോയിൽ